ശ്രീനാരായണ പരമഗുരവേ നമഃ. ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി 67ാമത്തെ മന്ത്രത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഗുരുവിൻ്റെ കാരുണ്യം, ആ ഭാവം ആണ് ഇവിടെ ഈ മന്ത്രത്തിലൂടെ പറയുന്നത്. ഓം കൃപാർദ്ര ഹൃദയായ നമഃ. കൃപാർദ്ര, കാരുണ്യം, കൃപ, അത് അത്രമാത്രം ആർദ്രതയുള്ള ഹൃദയത്തിനുടമയ്ക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ്. എത്ര അന്വർത്ഥമായ ഒരു പ്രയോഗമാണത്. ഗുരുവിൻ്റെ കൃപ, അതിൻ്റെ ആഴം നമുക്കൊരിക്കലും അത് മനസ്സിലാകില്ല. കാരണം അത്രമാത്രം കാരുണ്യമാണ് ഭഗവാൻ നമ്മളോട് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് മരുത്വാമലയിലെ തപസ്സിന് ശേഷം ഗുരു അരുവിപ്പുറത്ത് വരികയും അരുവിപ്പുറത്ത് നിന്ന് ആ കാരുണ്യം ലോകത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കുവാനായിട്ട് ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചത് അത് ഈ കാരുണ്യം കൊണ്ടാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾ, നമ്മുടെ ദുരിതങ്ങൾ, ഈ അന്ധകാരത്തിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന്, മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു കൂട്ടരിൽ നിന്ന് മോചിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ പുറകിൽ എത്രമാത്രം കാരുണ്യം ഉണ്ടാകണം. പലപ്പോഴും പലരും പറയാറുണ്ട്, ഗുരുവിനെ പോലെ ഒരു സന്യാസി വര്യനെ, മഹർഷിയെ നമുക്കെങ്ങും കാണാൻ പറ്റില്ല. ബാക്കിയുള്ളവരൊക്കെ വനത്തിലും അല്ലെങ്കിൽ അവരവരുടെ മോക്ഷത്തിന് വേണ്ടി മാത്രം ആണ് സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് അവരിൽ നിന്നും വ്യത്യസ്തനാണ് ഗുരു എന്നൊക്കെ തികച്ചും ഭൗതികവാദികൾ ഉൾപ്പെടെ പറയും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഓരോ മഹർഷിമാരുടെ പ്രാരബ്ധങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അവർ ഓരോരോ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ കണ്ട് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന ആ ഒരു അവസ്ഥ മറ്റു മഹർഷിമാർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒരു കാരുണ്യം വേറെ ആരും കാട്ടിയിട്ടില്ല. ഇപ്പോൾ ആദിശങ്കരാചാര്യർക്ക് അദ്വൈത മതത്തെ പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അദ്ദേഹം ആ രീതിയിൽ പ്രവർത്തിച്ചു. വിവേകാനന്ദ സ്വാമികൾക്കാണെങ്കിൽ ഈ സനാതനധർമ്മത്തെ ലോകത്തിൻ്റെ മുൻപിൽ പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായിരുന്നു. അത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെയാണത് പാശ്ചാത്യ ലോകത്ത് ആ ഒരു കാര്യം വന്നത്. ഇവിടെ മനുഷ്യർ തമ്മിൽ ഒന്നാണ് എന്നുള്ള ആ ഒരു അവബോധം സൃഷ്ടിക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമായിരുന്നു. അതായിരുന്നു ഗുരുവിൻ്റെ ദൗത്യം. അപ്പോൾ
അങ്ങനെ കാരുണ്യം കൊണ്ട് ആണ് ഗുരു ഇവിടെ പ്രവർത്തിച്ചത് എന്ന് ഇന്നും മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഒരിക്കൽ ഒരു വലിയ പണ്ഡിതനായ ഒരു സന്യാസി, അദ്ദേഹം വലിയ ഒരു ഭക്തന്മാരുടെ, വലിയ പണക്കാരായിട്ടുള്ള ഭക്തന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അത് അദ്ദേഹത്തിന് വലിയൊരു സംരംഭം തുടങ്ങണം, അത് ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പണം ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരായിട്ടുള്ള പണക്കാരെല്ലാം, വിദ്യാസമ്പന്നരുണ്ട്, എല്ലാ പണക്കാരും വിദ്യാസമ്പന്നരല്ലല്ലോ, എങ്കിലും അവരെല്ലാം വിളിച്ചുകൂട്ടി വലിയൊരു AC ഹാളിൽ കയറും. അങ്ങനെ ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അവസാനം അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ ഇതൊക്കെ നിങ്ങളോട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഔദാര്യം കൊണ്ട് എനിക്ക് കാശ് തരിക എന്നുള്ളതല്ല. ഞാൻ നിങ്ങൾക്കൊരവസരം തരികയാണ്, ഈശ്വര സേവയ്ക്ക് വേണ്ടി ഒരവസരം അങ്ങോട്ട് കൊടുക്കുകയാണ്. അല്ലാതെ നിങ്ങളുടെ ഒരു ഔദാര്യം ഞാൻ സ്വീകരിക്കുകയല്ല എന്ന് പറഞ്ഞ ഒരു സന്യാസി ശ്രേഷ്ഠനുണ്ടായിരുന്നു. ആ കാര്യം എനിക്കിന്ന് ഓർമ്മ വന്നു. കാരണം ഇന്നും അതുപോലെ ഒരാളെ കാണേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പരിമിതമായുള്ള അറിവിൽ നിന്ന് പറയുകയായിരുന്നു, ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും കൂടിയ കർണാടകത്തിലും മാത്രമേ പ്രചരിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുള്ളതുകൊണ്ടാണ് അത് പുറം രാജ്യത്തൊക്കെ അറിയപ്പെടാൻ കാരണമായത്. നോക്കൂ, എത്ര ബാലിശമായിട്ടുള്ള ഒരു ചിന്തയാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ കാരുണ്യം കൊണ്ടാണ് ഈ പറയുന്ന ആളുകളെല്ലാം മിടുക്കന്മാരായത്, പഠിച്ചത്, അല്ലെങ്കിൽ ഗുരു തന്നെ പഠിപ്പിച്ചവരുണ്ട്. അവർ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു, അത് പുറം രാജ്യങ്ങളിൽ പോയി. അപ്പോൾ ഗുരുദേവൻ നമ്മളോട് കാട്ടിയ ഒരു കാരുണ്യമാണ് എന്നല്ല അവർ ചിന്തിച്ചത്, മറിച്ച് അവരുടെ കഴിവ് കൊണ്ട് ഗുരുവിൻ്റെ ആശയങ്ങൾ അവരുടെ ഔദാര്യം കൊണ്ട് പുറത്ത് പ്രചരിപ്പിക്കുന്നു. ഇത് അഹങ്കാരമെന്ന് പറയാം, അല്പത്വമെന്ന് പറയാം. അപ്പം നമ്മളൊന്നും കാണേണ്ടത്, ഇപ്പം നമ്മൾ ഗുരുവിന് എന്തെങ്കിലും സംഭാവനയോ ദക്ഷിണയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഔദാര്യമല്ല, ഭഗവാൻ നമുക്കൊരവസരം തരികയാണ്. അങ്ങനെ എത്രയോ സന്ദർഭങ്ങളിൽ ഭഗവാൻ നമുക്ക് അവസരങ്ങൾ നൽകി, ഗുരുവിൻ്റെ കാരുണ്യം. പക്ഷെ നമുക്കത് മനസ്സിലായില്ല. ഞാൻ ഒരിക്കലത് സൂചിപ്പിച്ചതാണ്. ഗുരുവിന് അന്നും പണക്കാരായിട്ടുള്ള ഭക്തന്മാരുണ്ടായിരുന്നു. ഏതെങ്കിലും കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു പണക്കാരനോട് ഇതാ ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ റെഡിയായിട്ട് എത്രയോ പേരുണ്ടായിരുന്നു. പക്ഷെ ഗുരു അതങ്ങനെ ചെയ്തില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുകയായിരുന്നു. അവരവരുടെ പാപങ്ങൾ തീരുവാൻ അവർക്ക് ആ വലിയൊരു അവസരം ഗുരു കൊടുത്താണ്. അത് കാരുണ്യം കൊണ്ടാണ്. പലരുടെയും വിചാരം അതൊക്കെ ഞങ്ങളുടെ മിടുക്കുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഗുരു വന്നു, ഞങ്ങൾ ഇത്ര കൊടുത്തു. ഇന്നും പലരും അഭിമാനിക്കാറുണ്ട്, ഞങ്ങൾ ഇത്രയൊക്കെ ശിവഗിരി മഠത്തിൽ കൊടുത്തു, അല്ലെങ്കിൽ ഗുരുവിന് കൊടുത്തു. അത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഭഗവാൻ നമുക്കൊരവസരം തന്നു നമ്മുടെ പാപങ്ങൾ തീരാൻ, നമ്മൾക്ക് ഗുരുവിലേക്ക് അടുക്കുവാൻ. അത് ഗുരുവിൻ്റെ കാരുണ്യമാണ്. ആർദ്രമായിട്ടുള്ള ഹൃദയം, അല്ലേ? നമ്മുടെ ഹൃദയം ആർദ്രമാകാത്തത് കൊണ്ട്, നമുക്ക് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ട്, നമ്മുടെ അഹങ്കാരം മുറ്റി നിൽക്കുന്നത് കൊണ്ട്, നമ്മുടെ ഔദാര്യം കൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് കൊടുത്തു, ഞാൻ ഇത്ര സംഭാവന ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇന്നതുപോലെയൊക്കെ പൂജ നടത്തി, ഞാൻ ഗുരുപൂജ എഴുതിയിട്ട് എന്തുകൊണ്ട് എനിക്ക് ഭക്ഷണം
ഈ ഐറ്റംസൊക്കെ കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ പരാതി പറയുന്ന എത്രയോ ഭക്തന്മാരെ നമുക്കറിയാം. അവരെ നമുക്ക് ഭക്തന്മാരെന്ന് പറയാൻ പറ്റും. എങ്ങനെ പറയും? എവിടെയാണോ പരാതികളുള്ളത്, തീർച്ചയായിട്ടും ഗുരുപൂജ എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രസാദമാണ്. അത് ആ രീതിയിൽ നമ്മൾ കണ്ട് അത് പ്രസാദമായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്കതിനകത്ത് എന്തെങ്കിലും പുണ്യമുണ്ടാകുന്നത്. നേരെ മറിച്ച് ഈ ഗുരുപൂജയുടെ മഹത്വം അറിയാതെ, അല്ലെങ്കിൽ ശിവഗിരിയിൽ വരുമ്പോൾ ഗുരുവിൻ്റെ മഹത്വം അറിയാതെ നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് പുണ്യത്തിന് പകരം പാപമാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മനസ്സിൻ്റെ വികാസത്തിന് പകരം സങ്കോചമാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കണം. അപ്പോൾ ഗുരുദേവൻ ആർജിച്ച ഈ ആത്മസാക്ഷാത്കാരം അത് തനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ആ തലത്തിലേക്ക് അവർക്ക് വരാൻ പറ്റും. അതിന് ഒറ്റയടിക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു? സാധാരണക്കാരൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ് ആദ്യം. അങ്ങനെയാണ് അരിയപ്പുറത്തെ പ്രതിഷ്ഠ. അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വന്നു. കാരണം ആടിനെയും കോഴിയെയും ഒക്കെ അറുത്ത് പൂജ ചെയ്തുകൊണ്ടിരുന്ന, മാടനെയും മറുതയെയും ഒക്കെ ഉപാസിച്ചു കൊണ്ടിരുന്ന തമോ ഗുണപ്രധാനന്മാരായിട്ടുള്ള ആളുകളെ രജസിൻ്റെയും അതുപോലെ സാത്വികമായിട്ടുള്ള ഭാവത്തിലേക്കും കൈപിടിച്ചുയർത്തുവാനായിട്ട് അവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരണമായിരുന്നു. അങ്ങനെ ഗുരു സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്, അതിന് കാരുണ്യം ആവശ്യമാണ്. അങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടാണ് അവരെ കൈപിടിച്ചുയർത്തിയത്. അതല്ലാതെ ഏറ്റവും മുകളിലിരുന്നു കൊണ്ട് വലിച്ച് മോളിൽ കയറ്റുകയല്ലായിരുന്നു. പടിപടിയായിട്ട് സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് സംസാരിക്കുവാനും അവന് വേണ്ടുന്ന രീതിയിലുള്ള പ്രതിഷ്ഠകൾ നടത്തി കൊടുക്കുവാനും പതിയെ ഉയർന്ന തലത്തിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുവാനും ഏറ്റവും അവസാനം നിങ്ങൾ എത്തിപ്പെടേണ്ടത് അദ്വൈതത്തിൻ്റെ പരിപൂർണതയിലാണ്, അതായത് അവനവനെ തിരിച്ചറിയേണ്ടതിലാണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത് ആണ് ഏറ്റവും വലിയ കാരുണ്യം. ഈ കൂട്ടത്തിൽ ഭൗതികമായിട്ടുള്ള ഒരുപാട് സഹായങ്ങളും അവനെങ്ങനെ ചിന്തിക്കണമെന്നുൾപ്പെടെ അവൻ്റെ ഭാവി എന്തായിരിക്കണം, അപ്പോൾ ശുചിത്വം തുടങ്ങി അങ്ങറ്റം വരെ ഗുരു നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഇത്രയും മിടുമിടുക്കന്മാരായിട്ട് സയൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടും ഇന്നും ഗുരുദേവൻ പറഞ്ഞ രീതിയിലുള്ള ഒരു ശുചിത്വത്തിലേക്ക് നമ്മളാരും എത്തിയിട്ടില്ലെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ശുചിത്വത്തെയൊക്കെ നമ്മൾ മാറ്റിമറിക്കും. ഇപ്പോൾ മരിച്ചു പോകുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പേടിച്ചിട്ട് ചെയ്യണം. അത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നതല്ല. അപ്പം ഇങ്ങനെയൊക്കെ എത്രയോ ധാർഷ്ട്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊന്നും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതൊരു വലിയൊരു പോരായ്മയാണ്. അപ്പോൾ കൃപാർദ്ര ഹൃദയായ നമഃ, ഇങ്ങനെ കാരുണ്യം കൊണ്ട് കൃപാർദ്ര ഹൃദയനായിട്ടുള്ള ആ ഗുരുവിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തന്നിൽ നിന്ന് അന്യമായിട്ടല്ല ഗുരു നമ്മളെയൊക്കെ കണ്ടത്, തൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവരെല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട് ഏത് രീതിയിലുള്ള ഏത് വിശ്വാസിയെയും നിരീശ്വരവാദിയെയും ഒക്കെ കാണുവാനും കേൾക്കുവാനും അവരെയൊക്കെ ഉൾക്കൊള്ളുവാനും ചേർത്ത് നിർത്തുവാനും ഒക്കെ ഗുരു പരിശ്രമിച്ചത്. അങ്ങനെ ഒരു സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ ലോകം, മാതൃകാ സ്ഥാനം ഗുരുവിൻ്റെ സ്വപ്നമായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ എന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. പിന്നെയോ ഓം അഘൗഘ നാശകായ നമഃ. അഘം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാപമാണ്. അഘൗഘനാശകൻ, ഈ
പാപങ്ങളുടെ കൂട്ടത്തെ നശിപ്പിക്കുന്നവൻ. ഒരുപാട് പാപങ്ങളുണ്ട്. ആ പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്നാണ് പറയുന്നത്. അഘൗഘ നാശകായ നമഃ. അപ്പോൾ എന്തൊക്കെയാണ് പാപങ്ങൾ? ഒരുപാട് പാപങ്ങളുണ്ട്. ആ പാപങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ പല വഴികൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പാപം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവമല്ല. ഈ ആത്മാവിനെ, ഈ പരമ്പൊരുളിനെ, ഈ പരമ്പൊരുളിനെ ജീവനായിട്ട് നമ്മൾ കാണുന്നത് ഒരു തെറ്റായ അറിവാണ്. നമുക്ക് വേണമെങ്കിൽ അതൊരു പാപമാണെന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഇവിടെ പരമ്പൊരുൾ മാത്രമേ ഉള്ളൂ, പരമാത്മാവ് മാത്രമേ ഉള്ളൂ. ജീവാത്മാവെന്ന് നമ്മൾ അതിനെ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് ഈ ജീവാത്മാവിനെ വേറൊന്നായി തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ പുറകിൽ അതിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബാഹ്യമായിട്ടുള്ള മറ്റു പല കർമ്മങ്ങളിലേക്ക് വ്യാപൃതരായി നമ്മൾ അകന്നകന്ന് പോകുന്നതിനെ നമുക്ക് പാപമെന്ന് പറയാം. അതുകൊണ്ട് എപ്പോഴും ഒരു ആത്മാവിൽ നിന്ന്, പരമ്പൊരുളിൽ നിന്ന്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകന്നു പോകുന്ന ആ ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയാണ് നമ്മൾ പാപമായിട്ട് കാണേണ്ടത്. അല്ലാതെ എന്നിൽ പാപം ബാധിക്കുന്നില്ല. കാരണം ഞാൻ എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്നതാണ്. അഗ്നിയെപ്പോലെ അഗ്നിയിലേക്ക് നമ്മൾ എന്തിട്ടാലും അത് ശുദ്ധീകരിക്കുകയുള്ളൂ. അഗ്നി ഒരിക്കലും മലിനമാകുന്നില്ല. കാരണം അതിനകത്ത് തേജസ്സാണ് കൂടുതലുള്ളത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നതിൽ ഒരു ഉദാഹരണം നമുക്കതാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിനേക്കാളും എത്രയോ ഉജ്ജ്വലമായിട്ട് ആ അഗ്നിക്കും പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ആ അഗ്നിയെയും പ്രകാശിപ്പിക്കുന്നത് ഏതൊന്നാണോ അതാണ് ഞാനെന്ന് പറയുന്നത്. ആ എന്നെ തിരിച്ചറിയാൻ പറ്റാതെ സഞ്ചരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, ഇപ്പോൾ സൂര്യനെ ഒന്നിനും ഒരു ശക്തിക്കും മറയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ശാസ്ത്രം പഠിച്ച ആളുകൾക്കറിയാം. പക്ഷേ സൂര്യനിൽ നിന്നും എത്രയോ അകലെ കിടക്കുന്ന ചില മേഘക്കൂട്ടങ്ങൾക്ക് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ നമ്മുടെ കണ്ണിന് മുൻപിൽ ഈ മേഘങ്ങൾ വരുന്നത് കൊണ്ടാണ് സൂര്യനെ മറയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ സൂര്യനെ ഈ മേഘശകലങ്ങൾ മറച്ചിട്ടില്ല. മറവ് വന്നത് നമ്മുടെ ഇടയ്ക്ക്, നമ്മുടെ കാഴ്ചയ്ക്ക് തടസ്സമായിട്ട് വന്ന ചില സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ പരമ്പൊരുളിനെ തിരിച്ചറിയാൻ പറ്റാതെ ഇന്ദ്രിയങ്ങളുടെ കൂട്ടങ്ങൾ പല മറ്റു വസ്തുക്കളിലേക്ക് നമ്മളെ പ്രലോഭിപ്പിക്കുന്നു. നമ്മൾ അതിൻ്റെ പുറകിലേക്ക് പോകുന്നു. അപ്പോഴും അതിനും സാക്ഷിയായിട്ട്, അതിനും പ്രകാശമായിട്ട് വർത്തിക്കുന്നത് ഈ പരമ്പൊരുൾ തന്നെയാണ്. അപ്പോൾ ആ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇപ്പോൾ ഗുരു പറയുകയാണ്, ഈ നമ്മളിൽ നിന്നും വിട്ട് അല്ലെങ്കിൽ പരമ്പൊരുളിൽ നിന്നും മാറി സഞ്ചരിക്കുന്നതിനെല്ലാം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ അറിവ് മാത്രമാണ് ഈ പാപത്തെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റുന്നത്. ജ്ഞാനാഗ്നി ദഗ്ധകർമാണ, ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് മാത്രമേ ഈ പാപങ്ങൾ ഇതിനെല്ലാം നമുക്ക് നശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജ്ഞാനത്തിൻ്റെ മുൻപിൽ ജ്ഞാനമാകുന്ന വാളുപയോഗിച്ച് നമുക്കിതിനെല്ലാം കീറി മുറിച്ച് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ജ്ഞാനമാകുന്ന അഗ്നി ഉപയോഗിച്ച് നമുക്കിതിനെ എരിച്ചു കളയാം. അപ്പോൾ ഒരിക്കലും പിന്നെ കിളുത്ത് വരാത്ത രീതിയിൽ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടുന്ന വിദ്യ പ്രദാനം ചെയ്ത മഹാഗുരുവാണ്. ജീവിച്ചു കാണിക്കുകയും അതോടൊപ്പം തന്നെ അത് ശാസ്ത്രങ്ങളിലൂടെ ഗുരുവിൻ്റെ തന്നെ അനുഭൂതി ഇവിടെ നമുക്ക് എഴുതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകണം.
അങ്ങനെ മനസ്സ് ശുദ്ധമാകുന്നില്ലെങ്കിൽ പാപം അവിടെ വീണ്ടും കെട്ടിക്കിടക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ഈ പെടാപ്പാട് പെടുന്നത്, നമ്മൾ ഗുരുവിൻ്റെ ഈ 108 മന്ത്രങ്ങൾ പഠിക്കുന്നത്, ആത്മോപദേശ ശതകം പഠിക്കുന്നത്, ദർശനമാല പഠിക്കുന്നത്, അതുപോലെ പഞ്ചശുദ്ധിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, മറ്റു ഭഗവത്ഗീതയും ഉപനിഷത്തും, അതുപോലെ മറ്റുള്ള എത്രയോ പുരാണങ്ങൾ, ഭാഗവതമൊക്കെ വായിച്ച് എത്രയോ ദിവസങ്ങൾ ചെയ്യുന്നു, ശബരിമലയ്ക്ക് പോകുന്നു, ശിവഗിരി തീർത്ഥാടനത്തിന് വരുന്നു, അങ്ങനെ തിരുപ്പതിക്ക് പോകുന്നു, ഹിമാലയത്തിൽ യാത്രയ്ക്ക് പോകുന്നു. ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എത്രയോ മതവിശ്വാസങ്ങളിൽപ്പെട്ട ആളുകൾ അവരുടെ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ ഉപാസനകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവിൻ്റെ അഭാവം, അത് ആ തലത്തിലേക്ക്, ആ വഴിയിലൂടെ സഞ്ചരിച്ച ശരിയായിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടാത്തതും നമ്മളും വഴിതെറ്റി പോകാൻ കാരണമാകാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ 100% സത്യസന്ധമായിട്ടാണ് നമ്മളിത് ആഗ്രഹിക്കുന്നതെങ്കിൽ, എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല, എനിക്ക് പൂർണ്ണമായിട്ടും ആ ജ്ഞാനം മാത്രം മതി എന്നുള്ള ദൃഢനിശ്ചയം ആർക്കാണോ ഉള്ളത്, ആരിലാണോ ഉള്ളത്, അവരെ സഹായിക്കുവാനായിട്ട് ആ അദൃശ്യമായിട്ടുള്ള ശക്തി തന്നെ രൂപമെടുത്ത് മുൻപിൽ വരുമെന്നാണ്. നേരെ മറിച്ച് ഇതല്ല ആഗ്രഹം, കുറച്ച് പണവും പ്രശസ്തിയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് എങ്കിൽ അതുപോലെയുള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ വരും. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ അഘൗക നാശകൻ യഥാർത്ഥ ഗുരുവാണ്. ആ ഗുരു നമ്മുടെ മുൻപിൽ വന്നു പോകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു തിരിച്ചറിവില്ലെങ്കിൽ ഗുരുവിനെയും നമുക്ക് അറിയാൻ പറ്റാതെ പോകുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തിരിച്ചറിവിൻ്റെ അഭാവം ഗുരു സശരീരനായിരുന്നപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കതങ്ങനെ വരാതിരിക്കണം. കാരണം അടുത്തൊരു ജന്മം നമുക്ക് വേണ്ട. ഈ ദുരിതങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിക്കുവാനായിട്ട് എന്തിനാ ഇനി വീണ്ടും വരുന്നത്? അതുകൊണ്ട് ആ ഒരു അവബോധത്തോടു കൂടി നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഈ കഴിഞ്ഞ ജന്മങ്ങളിൽ നേടിയിട്ടുള്ള, അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള ആ പാപങ്ങളെല്ലാം, പൂർവജന്മ കൃതം പാപം വ്യാധി രൂപേണ ജായത എന്നൊക്കെ പറയും. മുൻ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പാപങ്ങളാണ് ഈ ജന്മത്ത് അസുഖങ്ങളായി, മാറാത്ത വ്യാധികളായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിനെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്താണ്? ഒന്ന്, ഗുരുലാഭം. അതായത് ഗുരുലാഭം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കണം കടയിൽ പോയി വാങ്ങിക്കുന്നതാണ്. അങ്ങനെയല്ല. നമുക്ക് അങ്ങനെ ഉത്തമനായ ഒരു ഗുരുവിനെ ലഭിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ അന്വേഷണം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്, വെറുതെ കിട്ടത്തില്ല. വെറുതെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാനും പറ്റത്തില്ല. അത് ഗുരുവിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാം. അന്ന് എത്രയോ പേര് ഗുരുവിനെ കണ്ടു, നേരിട്ട് കണ്ടു, ഗുരുവിൽ നിന്ന് കൽക്കണ്ടം വാങ്ങിച്ചു, അതുപോലെ ഗുരുവിൽ നിന്ന് പണം വാങ്ങിച്ചു. അവരൊക്കെ ആ രീതിയിൽ വലിയവരായി. പക്ഷേ ഗുരു ഇങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയാണെന്നും അതുപോലെ എനിക്ക് ഗുരുവിൽ നിന്ന് കിട്ടേണ്ടത് ആത്മജ്ഞാനമാണെന്നും അവനവനെക്കുറിച്ചുള്ള അറിവാണെന്നും ആ രീതിയിൽ ഞാൻ ഗുരുവിനെ സമീപിക്കണമെന്നും ആർക്കും തോന്നിയില്ലെന്നുള്ളതാണ്. അതൊരു ഭയങ്കര നഷ്ടമല്ല. അപ്പോൾ അങ്ങനൊരു വലിയൊരു മഹാപുരുഷൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് തിരിച്ചറിയാൻ പറ്റാതെ ആ ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചറിവ് വന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ ഇന്നും അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ശരിക്കും നല്ല ജ്ഞാനികളായിട്ടുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ടാവാം. പക്ഷെ നമുക്കറിയില്ലല്ലോ. കാരണം നമ്മൾ ആ രീതിയിൽ ട്യൂണിങ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ട്യൂണിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും നമ്മളെപ്പോലെ തന്നെയാണ് അവരും എന്ന് കാണുകയാണ്. ഞാനും ആളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഞാൻ ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിക്കുന്നു, അതുപോലെ ടേസ്റ്റ് പറയുന്നു, അല്ലെങ്കിൽ അതുപോലെ ഡ്രസ്സ് ചെയ്യുന്നു, അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന പോലെ പല സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഉണ്ടാവാം. അർജുനൻ്റെയും കൃഷ്ണൻ്റെയും കഥയിൽ നോക്കിയാൽ അറിയാം.
അർജുനൻ ചോദിക്കുന്നുണ്ട്, നേരിട്ട് ചോദിക്കുന്നുണ്ട്, അളിയാ നീ ഇതൊക്കെ എങ്ങനെയാണ് അറിഞ്ഞത്? കൃഷ്ണനോട് ചോദിക്കുകയാണ്, നമ്മൾ ഒന്നിച്ച് ജീവിച്ച് വളർന്നവരല്ലേ, നിനക്കെങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്? അപ്പോൾ ഒന്നിച്ച് ജീവിച്ച് ഒരേ പ്രായമായിട്ടിരുന്നിട്ട് പോലും കൃഷ്ണൻ്റെ മഹത്വം അർജുനന് മനസ്സിലായില്ല. അർജുനൻ മോശക്കാരനായിട്ടല്ല, പക്ഷെ ആ രീതിയിൽ അർജുനൻ്റെ ഹൃദയം വികസിച്ചില്ല. അതുപോലെയാണ് എത്രയോ പേര് പരമഗുരുവിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു. ഗുരുവിനെ എത്രയോ വേദനപ്പെടുത്തി. ഗുരു ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് 2 പ്രാവശ്യം പോയി, ഇനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ എല്ലാവരിലും കാരുണ്യവും ഇതൊക്കെ ഇത്രയും ചെയ്തിട്ടും ആ കാരുണ്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ ഗുരുവിനെ വേദനിപ്പിച്ചു. അത് വലിയൊരു പാപമാണ്, വലിയ മഹാപാപമാണ്. പക്ഷെ അവരത് തിരിച്ചറിഞ്ഞോ? ഗുരുവിനോട് ചെയ്യുന്ന ഗുരുവിനെ വേദനിപ്പിച്ചു, ഗുരു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, ഇനി ഇങ്ങോട്ട് വരുന്നില്ല, മലയാളത്തിലേക്ക് ഇല്ല എന്ന് ഗുരു പറഞ്ഞു. അത്രയും വേദനിച്ച് ഗുരു പോയി. അതുപോലെ എത്രയോ സംഭവങ്ങളുണ്ട്. അവരൊക്കെ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലേ, എന്നിട്ട് എന്തേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത്? അതെപ്പോഴും കാലം അങ്ങനെയാണ്. യഥാർത്ഥത്തിലുള്ള ജ്ഞാനിയെ അല്ലെങ്കിൽ ജ്ഞാനികളെ അപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് ആരെങ്കിലുമൊക്കെ പറയും, അപ്പോഴാണ് ഇങ്ങനെ ആയിരുന്നു. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറയും, അയ്യോ ഞാൻ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ പോയിരുന്നു, ഞങ്ങൾ ഗുരുവിന് അതൊക്കെ ചെയ്തു കൊടുത്തിരുന്നു, ഞങ്ങളുടെ പൂർവികരാണ് സ്ഥലം വിട്ടുകൊടുത്തത്, ഞങ്ങൾക്ക് ഗുരുവിനെ ഉത്സവം നടത്താനുള്ള അവസരമൊക്കെ തന്നു. അപ്പോഴും ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെയാണ്, നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഗുരുവായിട്ട് നമുക്ക് ഒരു അവസരം തരികയാണ് നമ്മൾ രക്ഷപ്പെടാൻ. പക്ഷേ നമ്മൾ ആ വാതിലുകൾ അടച്ചാലോ പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായിട്ട് നമ്മൾ ചേർത്ത് പഠിക്കണം. പാപങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറയാതിരിക്കുക. നമുക്കറിയാവുന്നതിന് മാത്രം നമ്മൾ പറയുക. അറിഞ്ഞുകൂടാ എന്നുള്ള തിരിച്ചറിവെങ്കിലും നമുക്ക് വരണ്ടേ? അതും ഉണ്ടാവില്ല. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ അല്പജ്ഞാനികളായിട്ട് എല്ലാം തികഞ്ഞവരെ പോലെ ഇങ്ങനെ തല ഉയർത്തിയൊക്കെ നടക്കും. അപ്പം അതൊന്നും പാടില്ല. അപ്പം അങ്ങനെ ഗുരുവിൽ നിന്ന് നമുക്ക് ഈ ഒരു അറിവ് നമുക്ക് കരസ്ഥമാക്കുവാനും അല്ലെങ്കിൽ ഗുരുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഗുരുവിനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ ഇതൊന്നും തിരിച്ചറിയാനുള്ള കെൽപ്പൊന്നും ഇല്ല, അതറിയുവാനുള്ള ഒരു അവസരം എനിക്ക് നൽകണം ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെയുള്ള നിരന്തരമായിട്ടുള്ള, ഒരു ദിവസമല്ല, നമ്മൾ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിച്ചത്തിൻ്റെ വീജികൾ പ്രവഹിക്കും. അങ്ങനെ വരുമ്പോൾ ജന്മജന്മാന്തരങ്ങളിലൂടെ കടന്നുകൂടിയിട്ടുള്ള അടിഞ്ഞുകൂടിയിട്ടുള്ള ആ എത്ര വലിയ പാപമാണെങ്കിലും ഗുരുവിൻ്റെ ആ കാരുണ്യം നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോൾ അതൊക്കെ എന്നേക്കുമായിട്ട് എരിഞ്ഞു പോകും. അത് നമ്മുടെ ഒരു കഴിവായിട്ട്, അതെൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന് നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഗുരു നമുക്ക് അങ്ങനെ ഒരു അവസരം തരുന്നു. നമ്മൾ ഒരു എളിയ ശിഷ്യനായി നമ്മൾ അതിനങ്ങനെ കാണുമ്പോൾ ഗുരുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നടക്കുന്ന ക്ലാസ് ആയാലും നിങ്ങൾ കേൾക്കുന്നതായാലും അതുപോലെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ആ പരമഗുരുവിൻ്റെ കാരുണ്യാതിരേകം കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക എന്നുള്ളത്. നമുക്കൊക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നമുണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട് ഇതൊക്കെ മറന്നു പോകും. പിന്നെ തലയ്ക്ക് അടി കിട്ടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത്. അപ്പം അങ്ങനെ അഹങ്കാരികളായിട്ട് മാറാതിരിക്കുക. അപ്പോൾ ഈ വക അഘത്തെ, പാപത്തെ അല്ലെങ്കിൽ പാപസമൂഹത്തെ ഒക്കെ നശിപ്പിക്കുവാനായിട്ട്, എരിച്ചു കളയുവാനായിട്ട് ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ മൂന്ന് പേർക്കാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുന്നത്. ആദ്യത്തേത് മാതാപിതാക്കൾ,
അവർ കൈയൊഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടദേവത, നമ്മൾ ഉപാസിക്കുന്ന ദേവത, ആ ഇഷ്ടദേവതയും കൈയൊഴിഞ്ഞാൽ പിന്നെ ഗുരു, ആ ഗുരു കൈയൊഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആർക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രായശ്ചിത്തമാണ് അവിടെ എല്ലാത്തിനും ഒരു പോംവഴി. അപ്പോൾ ഗുരു നമ്മളെ കൈവിടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കർമ്മങ്ങൾ, പാപങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത കാര്യം മനസ്സിലായില്ല എന്ന് പറയുക. ഇപ്പം നമ്മളിൽ നിന്നും നമ്മുടെ പരമ്പരകളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്കും മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും ഒക്കെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയും നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. തീർച്ചയായിട്ടും അതിനൊക്കെ ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും ഗുരു ഒരു അവസരം നൽകിയിരിക്കുന്നത്. അതിന് സാധിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു മനനം, വിചാരം നമുക്ക് ഇന്നിവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.